നമസ്കാരം. കമ്മ്യൂണിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ചൈനയുടെ വാർഷിക പുരോഗതി 8% തുടരുകയാണെങ്കിൽ 20 വർഷത്തിനുള്ളിൽ ചൈന ലോകത്തിലെ ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുമെന്ന് വേൾഡ് ബാങ്ക് ചീഫ് എക്കണോമിസ്റ്റ് ജസ്റ്റിൻ ലിൻ പ്രസ്താവിച്ചു. ഹോങ്കോങ്ങിൽ വെച്ച് നടന്ന എക്കണോമിക് ഫോറം ഓൺ ചൈന ഡെവലപ്മെന്റ് സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകമെമ്പാടും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുമ്പോഴും ചൈന 2010-ൽ 10.3% സാമ്പത്തിക വളർച്ച നേടുകയുണ്ടായി. തേനീച്ചകളുടെ ക്രമാതീതമായ നാശം ലോക ഭക്ഷ്യ ഉൽപാദനത്തെ ഗണ്യമായി ബാധിക്കുമെന്നും ഇപ്പോൾ തന്നെ ഉയർന്ന എണ്ണവില മൂലം പ്രതിസന്ധി നേരിടുന്ന ഭക്ഷ്യോൽപാദന മേഖലയ്ക്ക് ഇത് വലിയ ഭീഷണിയാണെന്നും യുണൈറ്റഡ് നേഷൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. 100ഓളം കാർഷിക വിളകളാണ് ലോകത്തിലെ 90% ഭക്ഷ്യസാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിൽ 71ഓളം ഭക്ഷ്യവിളകളുടെ പരാഗണം തേനീച്ചകളാണ് നടത്തുന്നത്. തേനീച്ചകളുടെ നാശത്തിന് പ്രധാന കാരണം സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്നും വ്യാപിച്ച് തേനീച്ചകളിൽ കണ്ടുവരുന്ന പാരസൈറ്റിക് മൈറ്റുകളും അമിതമായ കീടനാശിനികളുടെ ഉപയോഗവുമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ആപ്പിൾ കമ്പനി ആദ്യമായി ഐപാഡ് വിപണിയിൽ ഇറക്കിയതിനു ശേഷം ടാബ്ലറ്റുകളുടെ വിപണനം 1 വർഷത്തിനുള്ളിൽ വളരെയധികം വർദ്ധിക്കുകയുണ്ടായി. ഇപ്പോൾ 102 ടാബ്ലറ്റുകളാണ് വിവിധ കമ്പനികൾ വിപണിയിൽ ഇറക്കിയിരിക്കുന്നത്. 2010-ൽ 17 മില്യൺ ടാബ്ലറ്റുകൾ വിറ്റഴിഞ്ഞു. ഇതിൽ 14.8 മില്യൺ ആപ്പിളിന്റെ ഐപാഡുകളാണ്. പ്രമുഖ കമ്പനികളായ മോട്ടറോള, സാംസങ്, ബ്ലാക്ക്ബെറി, മൈക്രോസോഫ്റ്റ് എന്നീ കമ്പനികളുടെ ടാബ്ലറ്റുകളും മാർക്കറ്റിൽ ലഭ്യമാണ്. സ്റ്റാർ സിംഗർ USA 2010-11 മത്സരത്തിന്റെ 3ാം റൗണ്ട് യോങ്കേഴ്സ് യുണൈറ്റഡ് മെത്തഡിസ്റ്റ് ചർച്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് വിജയകരമായി നടത്തുകയുണ്ടായി. ഫൊക്കാന പ്രസിഡന്റ് GK പിള്ള, മുൻ ജനറൽ സെക്രട്ടറി ഷാഹി പ്രഭാകരൻ, ന്യൂയോർക്ക് റീജിയൻ വൈസ് പ്രസിഡന്റ് വിൻസെന്റ് സിറിയക് തുടങ്ങിയവർ മുഖ്യ അതിഥികളായിരുന്നു. ഈ മത്സരത്തിന്റെ 4ാം റൗണ്ട് ഏപ്രിൽ 9-ന് നടത്തുന്നതാണെന്ന് ചെയർമാൻ ഏലിയ സ്റ്റീവ് വർക്കി അറിയിച്ചു. Welcome back to another wonderful episode of Star Singer USA. This is Nisha Abraham. First off, I would like to welcome our judging panel. Rajashekaran Saad, Kumari teacher, Helen teacher. Chinna chinna roja poove chella kanne neeyare tappi vanda sippi mutte உன்னை பெற்ற தாயாரு പാടിതൻ പാട്ടിൻ കല്ലോലിനി രാഗാർദ്രമാം ദിവ്യ കാവ്യാഞ്ജലി. I would like to welcome our next contestant to the stage, Mr. Reggie Phillip. ஏதோ ஒரு பாட்டு என் காதில் கேட்கும் கேட்கும் போதெல்லாம் ஞாபகம் தாலாட்டும். ஏதோ ஒரு பாட்டு என் காதில் கேட்கும் கேட்கும் போதெல்லாம் உன் ஞாபகம் தாலாட்டும். பூவே செம்பூவே உன் வாசம் வரும் வாசல் என் வாசல் உன் பூங்காவனம் வாய் பேசிடும் புல்லாங்குழல் நீதான் ஒரு பூவின் மடல். राजा को रानी से प्यार हो गया पहली नजर में पहला प्यार हो गया दिल जिगर दोनों घायल हुए धीरे नजर दिल के प्यार हो गया राजा को കണ്ണേ കലൈമാനെ കണ്ണിമയിലെന്ന് കണ്ടേ നുണെ നാനേ കണ്ണേ കലൈമാനെ കണ്ണിമയിലെന്ന് കണ്ടേ നുണെ നാനേ അന്തിപ്പകലുനെ ഞാൻ பார்க்கிறேன் ആണ്ടവനെ ഇதைதான் കേൾக்கிறேൻ. നോർത്ത് അമേരിക്കൻ മലയാളി സമൂഹത്തിന്റെ നിറസാന്നിധ്യമായ ഫൊക്കാന പ്രസിഡന്റ്, വ്യവസായിയും സാമൂഹിക പ്രവർത്തകനുമായ അതിലുപരി കലാസ്നേഹിയായ മിസ്റ്റർ GK പിള്ളെ,
അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിസ്റ്റർ ജി കെ പിള്ള സ്റ്റാർ സിംഗർ USA ഫസ്റ്റ് പ്രൈസ് സ്പോൺസറാണ്. മിസ്റ്റർ പിള്ള ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു 2 വാക്ക് സംസാരിക്കുന്നതിന്. ഈ വേദിയിൽ നിങ്ങളെയൊക്കെ കാണുവാനും സംസാരിക്കുവാനും അവസരം തന്ന സ്റ്റാർ സിംഗർ USA പ്രവർത്തകരോട് എൻ്റെ ഹാർദവമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഇത് ഒരു അമേരിക്കൻ മലയാളികളുടെ ഒരു നല്ല സംരംഭമായി തീരുവാൻ ഫൊക്കാനയുടെ പേരിലും എൻ്റെ പേരിലും സ്റ്റാർ സിംഗർ USA എല്ലാ അഭിവാദനങ്ങളും ആശീർവാദങ്ങളും ദൈവത്തിൻ്റെ പേരിൽ നേർന്നുകൊള്ളുന്നു. 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി മിസ്റ്റർ ഷാഹി പ്രഭാകരനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ് കം. ഇന്നിവിടെ ഇത് വന്ന് കണ്ടപ്പോൾ വാഷിങ്ടൺ DC ഇതുപോലെ ഒരു റെക്കോർഡിങ്ങും ഒരു കോമ്പറ്റീഷനും സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ഇന്നിവിടെ സംഘാടകരോട് സംസാരിക്കണം എന്നുള്ള അതിയായ ആഗ്രഹത്തിലാണ്. മാണിക്യ വീണയുമായ മനസ്സിൻ്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. തന്നെ ഇതിനെല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന പാർട്ടിസിപ്പൻസിനെല്ലാ നല്ല ഗുഡ് ലക്സും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. നമസ്കാരം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ന്യൂയോർക്ക് റീജിയണൽ വൈസ് പ്രസിഡന്റ് ഫൊക്കാനയുടെ ന്യൂയോർക്ക് റീജിയണൽ വൈസ് പ്രസിഡന്റ് മിസ്റ്റർ വിൻസെന്റ് സിറേക്കിനെ ആശംസകൾ നേരുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇതിൻ്റെ സംഘാടകരായ ഇന്ത്യൻ അമേരിക്കൻ മലയാളി കമ്മ്യൂണിറ്റി ഓഫ് യോങ്കേഴ്സിനും ഇന്ത്യാനെറ്റ് USA എല്ലാവിധ ആശംസകളും മംഗളങ്ങളും നേരട്ടെ. चलते चलते मेरे ये गीत याद रखना, कभी अलविदा ना कहना, कभी अलविदा ना कहना. രാജാക്കന്മാരുടെ രാജാവേ നിന്റെ രാജ്യം വരേണമേ, നേതാക്കന്മാരുടെ നേതാവേ നിന്റെ നന്മ നിറയണമേ. രാജാക്കന്മാരുടെ രാജാവേ നിന്റെ രാജ്യം വരേണമേ, നേതാക്കന്മാരുടെ നേതാവേ നിന്റെ നന്മ നിറയണമേ. तुम्हारे बिना हमें तुमसे प्यार कितना ये हम नहीं जानते, मगर जी नहीं सकते तुम्हारे बिना हमें तुमसे. 2012 ഹ്യൂസ്റ്റണിൽ വെച്ച് നടക്കുന്ന ഫൊക്കാന കൺവെൻഷന്റെ നാഷണൽ കോർഡിനേറ്ററായി ഫൊക്കാന ഡാലസ് കൺവെൻഷൻ ഫിനാൻസ് കമ്മിറ്റി ചെയർമാനും ഫൊക്കാനയുടെ ദീർഘകാല നേതാവുമായ ഐ വർഗീസ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഫൊക്കാന നാഷണൽ കമ്മിറ്റി അംഗം, ജനറൽ സെക്രട്ടറി, ബോർഡ് ഓഫ് ട്രസ്റ്റി അംഗം, ഡാലസ് കേരള അസോസിയേഷൻ മുൻ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഇദ്ദേഹം ഇപ്പോൾ ഡാലസ് കേരള അസോസിയേഷൻ ബിൽഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. വേൾഡ് മലയാളി കൗൺസിൽ ന്യൂയോർക്ക് പ്രോവിൻസിന്റെ പ്രവർത്തനോദ്ഘാടനം ഗ്രീൻബർഗ് റോയൽ പാലസിൽ വെച്ച് നടത്തപ്പെട്ടു. ചെയർമാൻ ത്രേസ്യാമൻ തോമസ് നാടവള്ളിലിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം WMC ഗ്ലോബൽ സെക്രട്ടറി ജോർജ് കാൽക്കനാട് ഉദ്ഘാടനം ചെയ്തു.
കൊളംബിയ യൂണിവേഴ്സിറ്റി പ്രൊഫസർ പി സോമസുന്ദരം മുഖ്യപ്രഭാഷണം നടത്തി. WMC റീജിയണൽ നേതാക്കൾ പങ്കെടുത്ത ഈ സമ്മേളനത്തിൽ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക ന്യൂയോർക്ക് ചാപ്റ്റർ പ്രസിഡന്റ് സുനിൽ ട്രൈസ്റ്റാർ, വൈസ് പ്രസിഡന്റ് ജോസ് കടാപ്രം തുടങ്ങിയവർ പങ്കെടുത്തു. You all are welcome to this wonderful evening. 40-ൽ പരം രാജ്യങ്ങളിലായി 52 പ്രൊവിൻസുകളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മലയാളി കൂട്ടായ്മയായ വേൾഡ് മലയാളി കൗൺസിൽ ഈ ഉദ്ഘാടന വേളയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ പോലും വേൾഡ് മലയാളി കൗൺസിലിന്റെ സഹായഹസ്തം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്തിടെ ഏറ്റവും വരാൻ പോകുന്നവര് 110 കുട്ടികൾക്ക് ബോംബെയിൽ ഹൃദയ ശസ്ത്രക്രിയക്ക് നമ്മൾ പണം കൊടുക്കുവാന് കൈരളി ടിവിയുമായിട്ട് ചേർന്നുകൊണ്ട് ബോംബെയിൽ നമ്മളൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു. ഇത് ഒരു ഫാമിലി ഓറിയന്റഡ് സംഘടനയാണ്. കുടുംബങ്ങൾ വഴി ഈ ഒരു സംഘടനയ്ക്ക് മതങ്ങളില്ല, മനുഷ്യനായി കാണുക, മറ്റ് നമ്മുടെ സംസ്കാരത്തെ സമന്വയിപ്പിച്ചു. നമ്മൾ ഇവിടെ വരികയാണെങ്കിലും ഇവിടെ ഒരു സംസ്കാരമുണ്ട്, ഇവിടെ നിയമങ്ങളുണ്ട്. പക്ഷെ മലയാളിക്ക് സ്വന്തമായിട്ട് കിട്ടിയിരിക്കുന്ന പൈതൃകം, അവന്റെ സംസ്കാരം ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണ്. 15 വർഷം മുമ്പ് ന്യൂയോർക്കിന്റെ സമീപ പ്രദേശമായ ന്യൂജേഴ്സിയില് 1995 ജൂലൈ 3-ാം തീയതി ഉടലെടുത്ത വേൾഡ് മലയാളി കൗൺസിൽ എന്ന പ്രസ്ഥാനം ഈ കൃതാർത്ഥതയോടുകൂടി ഞാനിവിടെ നിൽക്കുകയാണ്. വേൾഡ് മലയാളി കൗൺസിലിന്റെ അഭിമാനമായി ഇന്ന് ന്യൂയോർക്ക് പ്രൊവിൻസ് വളർന്നു കഴിഞ്ഞു. I think it is quite possible that if a few of the South Indians, they talk about South Indians in the New York Times. ലോക മലയാളികളുടെ മഹത്തായ ഒരു സംരംഭമായി, മലയാളികളുടെ സമുന്നതത്തിനും സമൃദ്ധിക്കുമായി നിലകൊള്ളുന്ന ഒരു വലിയ പ്രസ്ഥാനമായി കാണുവാൻ വേൾഡ് മലയാളി കൗൺസിലിന്റെ ഈ ന്യൂയോർക്ക് മെമ്പേഴ്സിനെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. വളരെ വ്യത്യസ്തമായ ഒരു കാലാവസ്ഥയിൽ വ്യത്യസ്തമായ ഒരു പ്രദേശത്തിൽ വളരുന്ന പഠിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നത് ഇതിന്റെ നേതൃത്വത്തിലേക്ക് വന്ന പുതിയ ആൾക്കാരാണ്. ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ചില മുഖങ്ങളാണ് അതിന്റെ പിന്നിലുള്ളത്. അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാള് ഷോളി കുമ്പളവേലിയാണ്. ആ ചെറുപ്പക്കാരനെ ഞങ്ങളുടെ മീഡിയ പ്രവർത്തകർക്കെല്ലാം വളരെ സുപരിചിതരാണ്. കാരണം സമുദായത്തിന്റെ കാര്യങ്ങളിലായാലും പൊതുവായ കാര്യങ്ങളിലൊക്കെ ആയാലും ആൾക്കാരെ കൂട്ടുന്നതിനുള്ള അദ്ദേഹത്തിന്റെ മികവ് വളരെ പ്രധാനപ്പെട്ടതാണ്. One of the key ingredients of integrity is honoring your word. Honoring your word is key to integrity. വേൾഡ് മലയാളി കൗൺസിൽ ഇത്രയ്ക്ക് പവർഫുൾ ആണ് ഈ ഏരിയയിൽ നിന്ന് ഇപ്പൊ ഇവിടെ നിങ്ങളെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. I extend a very hearty vote of thanks to all speakers for gracing your important work and sharing with us your findings and opinions today. വാഹനം ഓടിക്കുമ്പോൾ ടെക്സ്റ്റിംഗ് ചെയ്യുന്നത് നിരോധിച്ചുകൊണ്ടുള്ള നിയമം ഓക്ലഹോമ സംസ്ഥാനത്ത് നടപ്പാകുന്നു. ഈ ബിൽ ഓക്ലഹോമ സെനറ്റ് പാസാക്കി. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിനേക്കാൾ കൂടുതൽ വാഹന അപകടം ഡ്രൈവ് ചെയ്യുമ്പോൾ ടെക്സ്റ്റിംഗ് ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്നതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇതോടുകൂടി 30ഓളം സംസ്ഥാനങ്ങളാണ് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ടെക്സ്റ്റിംഗ് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നത്.
മലയാളി എഞ്ചിനീയേഴ്സ് ഓഫ് നോർത്ത് ടെക്സസും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയേഴ്സ് ഓഫ് ഡാലസും ചേർന്ന് നടത്തുന്ന രണ്ടാമത് നാഷണൽ കോൺഫറൻസ് ഏപ്രിൽ 2-ന് കോളനിയിലുള്ള കാസ്കേഡ് ഇവന്റ് സെന്ററിൽ നടക്കുന്നു. എമേർജിംഗ് ട്രെൻഡ്സ് ഇൻ എഞ്ചിനീയറിംഗ് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഈ കോൺഫറൻസിൽ വിവിധ കമ്പനികളുടെ സിഇഒമാരും ടെക്നോളജി രംഗത്തെ പ്രമുഖരും പങ്കെടുക്കുന്നതാണെന്ന് മെന്റ് പ്രസിഡന്റ് അരുൺകുമാർ അറിയിക്കുകയുണ്ടായി. കൂടുതൽ വിവരങ്ങൾ മെന്റിന്റെ വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ്. ഫിലാഡൽഫിയ ഡിസ്ട്രിക്ട് അറ്റോർണി സേത്ത് വില്യംസ് ഏഷ്യൻ സമൂഹത്തെ ആദരിക്കുന്നതിനായി സമ്മേളനം സംഘടിപ്പിക്കുകയുണ്ടായി. 60ഓളം ഏഷ്യൻ വംശജർ ഈ യോഗത്തിൽ സംബന്ധിച്ചു. കൂടാതെ ഏഷ്യൻ സമൂഹത്തിൽ നിന്നും ഒരു ഉപദേശക സമിതി രൂപീകരിക്കുന്നതാണെന്ന് സേത്ത് വില്യംസ് തന്റെ പ്രസംഗത്തിൽ അറിയിക്കുകയുണ്ടായി. മലയാളി സമൂഹത്തെ പ്രതിനിധീകരിച്ച് സുധാ കർത്ത, ജോബി ജോർജ്, അലക്സ് തോമസ്, പാപ്പൻ എബ്രഹാം, മുരളി കർത്ത തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി. I'd like to welcome each and every one of you to the District Attorney's Office. My name is Mike Barry. I'm the chief of the newly formed Central Division Bureau. So obviously we're very engaged with the Asian American community in Philadelphia, Chinatowns in the 6th District for the most part, and there are a great many Asian American business owners in our district. An assistant district attorney in the civil litigation unit at this office, whether it be through assisting victims of crimes who speak a particular Asian language, conducting regular workshops within our office to provide information and resources that may assist our colleagues who are working on cases involving APA victims and witnesses. And we just want to let you know that the district attorney has a vision. We want to share that vision with you. That is, we are one family, one community, one Philadelphia, and we want to have a seamless relationship with the Asian Community Office of District Attorney Seth Williams. I'm in victim services. I'm one of two. In victim services, I help victims from the arrest of defendant to the disposition of the case. So if you guys need transportation, interpreters, social services, filing victims' compensation forms, we're here to help you. My name is Lloyd Ma, and I work for the Southeast Asian Project, and that is the units of the Southeast of the victim witness. And I recognize that the District Attorney's Office, we have to do a lot better job of trying to work with people in their communities to help solve their problems and work with them. It means trying to prevent crime, working much harder to prevent crime. We're going to have the same standard of justice. We're going to treat all victims with respect and all defendants with respect. Here, we were able to get 15 court orders translated into 5 top languages. Now these 15 orders are really 3 versions of the protective order used in criminal courts. Surakarta, I live on Cass Avenue near to Oxford Circle, and I represent the Asian Federation. It's in my neighborhood, especially it happened to me, my front door was once broken. And it happened daylight actually. And I tried to, there are other people there who have seen it. And I tried to volunteer them to give me some more details who came and who did it. But everybody is so afraid because they don't want to be the target. One thing, the target for the enforcement to come and interrogate them, or they don't want to be the target for the people who do the crimes. Someone in our office and they would be eligible based on that they're cooperating and the fact that they are being intimidated, we would definitely offer them witness relocation. You have 2 offices to assist the community. One in Southwest and one in Oakley. In Northeast Philadelphia, a lot of Asian community. So if you have a plan to open an office in Northeast Philadelphia, Northeast, I think that's a great help. വെസ്റ്റ്ചെസ്റ്റർ മലയാളി അസോസിയേഷന്റെ കുടുംബസംഗമം ഗ്രീൻബർഗിലുള്ള റോയൽ ഇന്ത്യ പാലസിൽ വെച്ച് നടക്കുകയുണ്ടായി. പ്രസിഡന്റ് ഷാജി ആലപ്പാട്ടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ഫൊക്കാന പ്രസിഡന്റ് ജി.കെ. പിള്ള, ഫോമർ പ്രസിഡന്റ് ബേബി ഊരാളിൽ, ജോൺ ടൈറ്റസ്, പോൾ കറുകപ്പള്ളി, ശ്രീമതി ലീല മാരറ്റ്, ആനി പോൾ തുടങ്ങിയവർ പങ്കെടുത്ത് ആശംസകൾ അറിയിച്ചു. ഈ സംഗമത്തിനോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അവതരിപ്പിക്കുകയുണ്ടായി. വൈസ് പ്രസിഡന്റ് ടെറൻസൺ തോമസ് സ്വാഗതവും ട്രഷറർ ജോയി ഇട്ടൻ നന്ദിയും പറഞ്ഞു. AKMGയുടെ റീജിയണൽ മീറ്റിംഗ് മെയ് 21-ന് മിഷിഗണിലെ ബർമിംഗ്ഹാം കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുന്നു. ഈ സമ്മേളനത്തിൽ മിഷിഗൻ, ഇല്ലനോയി, ഒഹായോ, ഇൻഡിയാന എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ പങ്കെടുക്കുന്നതാണ്. കൂടാതെ നാഷണൽ ചെയർമാനും മറ്റ് കമ്മിറ്റി അംഗങ്ങളും ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതാണെന്ന് പ്രസിഡന്റ് ഡോക്ടർ KC ജോസഫ് അറിയിച്ചു. കമ്മ്യൂണിറ്റി ന്യൂസ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.